അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഞാൻ നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയ്ക്കും എന്റെ 147 കോടി സഹപൗരന്മാർക്കും സമർപ്പിക്കുന്നു. സെംബൂസെ എം സുഭാഷ് ബാബു പ്രസിഡന്റ് അൻപു ഉദയം പാർട്ടി 1975 അലഹബാദ് ഹൈക്കോടതി 1971 ഇന്ത്യൻ പാർലമെന്റ് പൊതുതെരഞ്ഞെടുപ്പിൽ റായ്ബറേലി നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി സംസ്ഥാന സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് കൃത്രിമം കാണിച്ചതായി കണ്ടെത്തിയതുപോലെ 2010 ഓഗസ്റ്റ് 28 തമിഴ്നാട് സർക്കാർ സെക്രട്ടേറിയറ്റിൽ നടന്ന ജില്ലാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗത്തിൽ തമിഴ്നാട് സർക്കാരിനുവേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ എം. കരുണാനിധി നടത്തിയ പ്രസംഗം പരിശോധിച്ചാൽ 2011 തമിഴ്നാട് സംസ്ഥാന നിയമസഭ പൊതുതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ പിന്തുണച്ച് സംസ്ഥാന സർക്കാർ സംവിധാനം അദ്ദേഹം എങ്ങനെ തയ്യാറാക്കി എന്നും ജനാധിപത്യ പ്രക്രിയകൾക്കെതിരെ പ്രവർത്തിക്കാൻ ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശ്രീ എം. കരുണാനിധി എങ്ങനെയാണ് ഭരണപരമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതെന്നും തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയത്തിലും അൻപു ഉദയം സംഘടനയുടെ ജനാധിപത്യ പങ്കാളിത്തം അടിച്ചമർത്താൻ തമിഴ്നാട് ഭരണകക്ഷി പോലീസിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാനും സ്ഥിരീകരിക്കാനും കഴിയും. 1971 അന്നത്തെ ശ്രീരാജ് നാരായണന് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാനും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും പൂർണ്ണ അവസരം നൽകി. അതിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനാധിപത്യപരമായി പ്രഖ്യാപിക്കുകയും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിക്ക് അനുകൂലമായി ഫലം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ 1975 ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വിജയത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും തട്ടിപ്പുകളും അലഹബാദ് ഹൈക്കോടതി ശരിവച്ചു. അതുപോലെ 2009 എം. സുഭാഷ് ബാബു എന്ന ഞാൻ എന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ വ്യക്തിത്വമായ അൻപു ഉദയം എന്ന പേരിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അന്നത്തെ തമിഴ്നാട് സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ അൻപു ഉദയം സംഘടനയുടെ സ്ഥാനാർത്ഥിയായി എം. സുഭാഷ് ബാബു എന്ന ഞാൻ ശ്രീ എം. കരുണാനിധിയുടെ സർക്കാരിന്റെ വഞ്ചനയ്ക്ക് ഇരയായി. അതേസമയം അൻപു ഉദയത്തെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ വാർത്തയോ തിരഞ്ഞെടുപ്പ് വാർത്തയോ മാധ്യമങ്ങളിലൂടെ ഇന്ത്യയിലെ പൗരന്മാർക്ക് ചോർന്നില്ല. രാജ്യത്ത് വ്യാജ ജനാധിപത്യം എങ്ങനെ നടപ്പിലാക്കപ്പെട്ടു? 16 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് 2025 ഓഗസ്റ്റ് 25 ഇപ്പോൾ അൻപു ഉദയം പാർട്ടിക്കുവേണ്ടി 2010 ഓഗസ്റ്റ് 28 ഈ വിഷയം ഞാൻ വീണ്ടും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 1975 തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് കേസിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി വിചാരണ കോടതി ശിക്ഷിച്ചപ്പോൾ അവർ സുപ്രീം കോടതിയിൽ വിധിക്കെതിരെ അപ്പീൽ നൽകി. മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്കെതിരായ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് കേസിലെ വിധിയെ വെല്ലുവിളിക്കുന്നതിനുപകരം ഭരണകക്ഷിയുടെ ഉദ്ദേശ്യം, ഭരണകക്ഷിയുടെ ചിന്തകൾ. ആ സമയത്ത് അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു ഭരണകക്ഷി എന്ന നിലയിൽ, ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ അത് സർക്കാരിന്റെ ന്യായമായ അഭിപ്രായമായിരുന്നു, നിയമത്തിന്റെ അഭിപ്രായമായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേസ് കോടതിയിൽ കൊണ്ടുവന്നത്. തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് കേസിൽ ഒരു വ്യക്തി എന്ന നിലയിൽ കീഴ്ക്കോടതി അദ്ദേഹത്തിനെതിരെ വിധിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അനുകൂലമായ തീരുമാനം നേടി. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ സുരക്ഷയുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള ഭീഷണികളും രാജ്യത്തിന്റെ സുരക്ഷ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി അവർ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ രീതിയിൽ സർക്കാരിലെ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകക്ഷിയും പ്രതിപക്ഷവും, ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ പൗരന്മാരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോൾ കേന്ദ്ര പാർലമെന്റിലും സംസ്ഥാന നിയമസഭയിലും സർക്കാരിലുള്ള ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകക്ഷിയും പ്രതിപക്ഷവും, പൗരന്മാരുടെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അനുചിതമായ ജനാധിപത്യ രീതിയിൽ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് തട്ടിപ്പുകൾ നടത്തുകയും സർക്കാരിനെ അവരുടെ കൈകളിൽ നിലനിർത്തുകയും ചെയ്യുമ്പോൾ
ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്ത പാർട്ടികളാണെങ്കിലും സർക്കാരിൽ മാറി മാറി അധികാരത്തിലിരിക്കുന്ന ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും സർക്കാരിലായിരിക്കുമ്പോൾ തന്നെ ഇത്തരം ജനാധിപത്യ വഞ്ചനയും ജനാധിപത്യ കൊലപാതകവും നടത്തുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ പൂർണ്ണമായും ജനാധിപത്യ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന അൻപു ഉദയം പാർട്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയും രാജ്യത്തെ പൗരന്മാരുടെ ജനാധിപത്യ രാഷ്ട്രീയ അവകാശങ്ങൾ ഭരണപരമായി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പ്രതിരോധ വകുപ്പ് രാജ്യത്തിന്റെ ഭരണാധികാരം അൻപു ഉദയം പാർട്ടിക്ക് കൈമാറാത്തത് എന്തുകൊണ്ട്? ഇതിൽ എന്താണ് തെറ്റ്? തിരഞ്ഞെടുപ്പുകളിൽ നോട്ട് പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല? അൻപു ഉദയം പാർട്ടി നിങ്ങളോട് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ജനപ്രാതിനിധ്യ നിയമപ്രകാരം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അവസ്ഥ, പൗരന്മാരുടെ അവസ്ഥ എന്നിവ കണക്കിലെടുത്ത് ഏകദേശം 145 കോടി ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ജനസംഖ്യയുള്ളതിനാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്ന രാജ്യത്തെ പൗരന്മാർക്ക് ജനാധിപത്യപരമായി തങ്ങളുടെ സഹപൗരന്മാരിൽ ഒരാളെ തിരഞ്ഞെടുപ്പിലൂടെ തങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നു. അതേസമയം തങ്ങളുടെ സഹപൗരന്മാരിൽ ഒരാളെ തിരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണം ചെലവഴിച്ച് നോട്ടയെ പിന്തുണച്ചുകൊണ്ട് രാജ്യത്തെ പൗരന്മാർക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള ഒരു ബദൽ മാർഗം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നു. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ നോട്ട് നടപ്പിലാക്കിയതിന്റെയും അതിന്റെ നടപ്പാക്കലിന്റെയും അടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങളെ മാതൃകയാക്കി നമ്മുടെ രാജ്യത്ത് ഇത് നടപ്പിലാക്കിയ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അൻപു ഉദയത്തിന്റെ ഈ നിർണായക രാഷ്ട്രീയ സമീപനത്തെ പിന്തുണയ്ക്കാത്തത് എന്തുകൊണ്ട്? അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ അൻപു ഉദയം രാഷ്ട്രീയത്തിന്റെ നിലപാടിനെ അടിസ്ഥാനമാക്കി ഈ നിർണായക തീരുമാനം എടുക്കുന്നതിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണ്? ലോകത്തിലെ മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും ഇത്തരം കപട ജനാധിപത്യ രീതികൾ പ്രയോഗത്തിലുള്ള രാജ്യങ്ങൾക്ക് അൻപു ഉദയത്തിന്റെ ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒരു മാതൃകയാകും. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ജനങ്ങളുടെ നിലപാടിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അൻപു ഉദയത്തിന്റെ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഭാവിയിൽ ലോകത്തിലെ മറ്റ് സമാന രാജ്യങ്ങൾക്ക് ഒരു മാതൃകയാകാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ഈ തീരുമാനം നിർണായകമായി എടുത്ത് ഇപ്പോൾ അത് നടപ്പിലാക്കരുത്? അൻപു ഉദയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന സത്യസന്ധമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. 2009 മുതൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോഴെല്ലാം, എല്ലാ ഘട്ടങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും അൻപു ഉദയം എന്ന നമ്മുടെ വ്യക്തിപരമായ രാഷ്ട്രീയ സ്വത്വത്തിന് കീഴിൽ പ്രവർത്തിച്ചപ്പോഴും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അൻപു ഉദയം പാർട്ടി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തതിനു ശേഷവും അവർ സർക്കാർ വകുപ്പുകളിൽ ആയിരിക്കുമ്പോൾ തന്നെ സമാനമായ ക്രമക്കേടുകളും തട്ടിപ്പുകളും തുടർന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ രാഷ്ട്രീയം കളിക്കുകയും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്തപ്പോൾ അതേ ഭരണകക്ഷിയിലെ അംഗങ്ങൾ തന്നെ നടത്തിയ അതിക്രമങ്ങളും സർക്കാർ സംവിധാനത്തിലെ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ ദുഷ്പ്രവൃത്തികളും എന്നെ ബാധിച്ചു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തതിനുശേഷവും സമാനമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു നേതാവെന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടി തലത്തിൽ എനിക്ക് എങ്ങനെ രാഷ്ട്രീയം കളിക്കാൻ കഴിയും? എനിക്ക് എങ്ങനെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയും? ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ രാഷ്ട്രീയം നടത്താനും ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും എനിക്ക് ആരെയാണ് ഭരണകൂടത്തിൽ വിശ്വസിക്കാൻ കഴിയുക? ഇതിലേതെങ്കിലും കാര്യത്തിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിയാകുമോ? അത് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുമോ? അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? തിരഞ്ഞെടുപ്പ് നടത്തുകയും പാർട്ടികൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതെല്ലാം ശ്രദ്ധിക്കുമോ? ഇത് ബാധിത പാർട്ടികളുടെ സ്വകാര്യ കാര്യമാണ്. അവർ തന്നെ അത് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞാൽ രാജ്യത്തെ ബാധിത പാർട്ടികൾക്കെതിരെ സർക്കാരിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന ഈ ദോഷവും അതിക്രമങ്ങളും നമുക്ക് എങ്ങനെ കുറക്കാം?
ഈ ദോഷം വരുത്തുന്ന പാർട്ടികൾ ചെയ്യുന്ന അതിക്രമങ്ങൾ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാനാകും? ഒരു സാധാരണ പൗരൻ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും പങ്കെടുക്കുകയും പിന്നീട് ജനാധിപത്യത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഈ ക്രൂരതകൾ ചെയ്യുന്നത് തുടരുന്നു. ഇപ്പോൾ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ, രാജ്യത്ത് ഈ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നത് തുടരുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ കുറ്റവാളികളെയും രാഷ്ട്രീയ കൊള്ളക്കാരെയും സർക്കാരിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നമുക്ക് എങ്ങനെ തടയാനാകും? തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ലെങ്കിൽ പിന്നീട് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ അർത്ഥമെന്താണ്? അവ എന്തിനു നടത്തണം? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ യുദ്ധ ഓപ്പറേഷനുകൾക്കിടെ സുരക്ഷാ വകുപ്പ് ഓപ്പറേഷനുകൾ നടത്തുന്നതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഭ്യന്തരമായി തിരഞ്ഞെടുപ്പ് നടത്തണം. അപ്പോൾ മാത്രമേ ഇന്ത്യൻ റിപ്പബ്ലിക്കിലെയും അൻപുദയത്തിലെയും പൗരന്മാരുടെ വിശ്വാസം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കൂ. ശ്രീലങ്കൻ തമിഴ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് ശ്രീലങ്കയിലേക്ക് ഒരു സമാധാന സേനയെ അയച്ചതുപോലെ 5 വർഷത്തിലൊരിക്കൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. ഇതാണ് ജനാധിപത്യത്തിന്റെ അവസ്ഥയെങ്കിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾ എങ്ങനെ ലഭിക്കും? ഉൾപ്പെട്ടവർക്ക് എങ്ങനെ നീതി ലഭിക്കും? തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിനെക്കുറിച്ച് ആശങ്കയുണ്ടോ എന്ന ചോദ്യം ഉയർന്നുവരുന്നു. അതുകൊണ്ടാണ് രാജ്യത്ത് നിലനിൽക്കുന്ന നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അൻപുദയം ചൂണ്ടിക്കാണിക്കുകയും ഭരണകക്ഷിയുടെ അനുചിതമായ ജനാധിപത്യ രീതികൾ കാരണം നമ്മെ വ്യക്തിപരമായി ബാധിച്ച പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ഭരണകക്ഷി സർക്കാരിലെ മോശം ജനപ്രതിനിധികളെക്കുറിച്ച് പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിൽ എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണാം. ഞാൻ കോടതിയിൽ പോയി ഇതിൽ വിധി നേടിയാലും അത് പുറത്തുവരുമെന്ന് പറയാം. എന്നാൽ 1975-ൽ ഭരണകക്ഷി സർക്കാർ കാരണം രാജ്യത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ഇതിനകം കണ്ടു. ഈ വിഷയത്തിൽ രാഷ്ട്രീയവും ഭരണവും അൻപുദയം മനസ്സിലാക്കി. ഇവിടെ കഴിഞ്ഞ 2 സംഭവങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയമായി അൻപുദയത്തിനു വേണ്ടി ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതിയുടെ വധത്തിനു ശേഷം രാജ്യത്ത് നടന്ന അക്രമമാണ്. 1984 നവംബറിൽ ഇന്ദിരാഗാന്ധിയെ മനുഷ്യാവകാശ ലംഘനമായി കണക്കാക്കി. അക്രമത്തിന് ഉത്തരവാദികളായ രാഷ്ട്രീയക്കാർക്കെതിരെ ഇരകൾ സർക്കാരിനോട് പരാതിപ്പെട്ടു. ആ സമയത്ത് പൂർണ്ണ സാമ്പത്തിക നഷ്ടം നേരിട്ട ബിസിനസ്സുകാരനും പാർലമെന്റ് അംഗവുമായ ശ്രീ സരൺജിത് സിംഗ് പറഞ്ഞു, അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണം. ജനങ്ങൾക്കിടയിൽ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അനുവദിക്കരുത് എന്നും ഈ ശക്തികൾ തീവ്രവാദികളേക്കാൾ മോശമാണ് എന്നും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു. അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ ജനാധിപത്യ രീതിയിൽ രാഷ്ട്രീയത്തിൽ നിന്ന് സാമൂഹികമായി ഒഴിവാക്കണം എന്ന വികാരത്തിന്റെ പ്രകടനമാണ് ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയെ ശക്തിപ്പെടുത്തുന്ന ഒരു നിർമ്മാണമാണ് തിരഞ്ഞെടുപ്പുകൾ എന്ന വികാരത്തിന്റെ പ്രകടനമാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പൗരന്മാർ എന്ന നിലയിൽ, തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാർ എന്ന നിലയിൽ നാം എപ്പോഴും ഇത് ഓർമ്മിക്കേണ്ടതാണ്. ഭരണപരമായി അൻപുദയത്തിനു വേണ്ടി കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ കെ സിസ്റ്റർ പന്ത് പറഞ്ഞു. 1989 നവംബറിൽ ഗുജറാത്ത് സംസ്ഥാന മന്ത്രി ശ്രീ വല്ലഭായ് പട്ടേലിന്റെ കൊലപാതകവും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ശ്രീ സഞ്ജയ് സിംഗിന്റെ വെടിയേറ്റുള്ള മരണവും രാഷ്ട്രീയത്തിലെ കൊള്ളക്കാരുടെ ആധിപത്യത്തിന്റെ ഉദാഹരണങ്ങളാണ്. അന്ന് അദ്ദേഹം വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യൻ സർക്കാരിനും മുന്നറിയിപ്പ് നൽകി. ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ ജീവിതത്തിൽ കുറ്റവാളികളുടെയും കൊള്ളക്കാരുടെയും ആധിപത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക താൽപര്യങ്ങൾക്കും പ്രാദേശിക വികാരങ്ങൾക്കും വേണ്ടി ജനാധിപത്യ പ്രക്രിയകളെ വഴിതിരിച്ചുവിടാൻ നമ്മൾ ഇപ്പോൾ ശ്രമിച്ചാൽ അത് ഭാവിയിൽ രാജ്യത്തിന് വലിയ ദുഃഖമുണ്ടാക്കും. ജനാധിപത്യത്തിൽ യഥാർത്ഥ താൽപര്യമുള്ള എല്ലാവരും ജനാധിപത്യ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയത്തിൽ ഇത് ശക്തിപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ കുറ്റവാളികളുടെ ആധിപത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുറ്റവാളികളെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കാൻ നല്ല ഉദ്ദേശ്യമുള്ള എല്ലാവരും മുന്നോട്ടു വരണം. പ്രതിരോധ മന്ത്രി ശ്രീ കെ
സിസ്റ്റർ പന്തിന്റെ പ്രസംഗം ദേശീയ താൽപര്യത്തിനു വേണ്ടിയുള്ളതാണ്. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ കടമയുടെ പ്രകടനമായി ഇതിനെ നാം കണക്കാക്കണം. തമിഴ്നാട്ടിലെ DMK ഭരണകാലത്ത് 1991 പൊതുതെരഞ്ഞെടുപ്പിനായി പ്രചാരണം നടത്തുന്നതിനിടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി മനുഷ്യ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതുപോലെ തമിഴ്നാട്ടിലെ AIADMK ഭരണകാലത്ത് മന്ത്രി T. കൃഷ്ണൻ 2003 വെട്ടിക്കൊല്ലപ്പെട്ടു. മന്ത്രി മറിയം പിച്ചൈ 2011 ഒരു വാഹനാപകടത്തിൽ മരിച്ചു. മുൻ മുഖ്യമന്ത്രി ശ്രീമതി ജയലളിത 2016 സെപ്റ്റംബർ മുതൽ 2016 ഡിസംബറിൽ മരിക്കുന്നതുവരെ 75 ദിവസത്തേക്ക് വൈദ്യചികിത്സയിലായിരുന്നു. ഇത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉയർന്നപ്പോൾ പോലും ഭരണകക്ഷി സർക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയും എന്ന നിലയിൽ AIADMK പാർട്ടിയും ജനങ്ങളോട് അത് വ്യക്തമാക്കുന്നതിന് ഒരു പ്രസ്താവനയും പുറപ്പെടുവിച്ചില്ല. ബന്ധപ്പെട്ട ഈ രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട് സംസ്ഥാന നിയമസഭയിൽ ഭരണകക്ഷിയും കേന്ദ്ര പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടിയും ജനപ്രതിനിധികളുമായിരുന്നെങ്കിലും ദേശീയ സംസ്ഥാന തലങ്ങളിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള MPമാരും MLAമാരും പ്രസക്തമായ കേന്ദ്ര പാർലമെന്റിലും സംസ്ഥാന നിയമസഭയിലും പ്രതിപക്ഷ പാർട്ടികളായിരുന്നിട്ടും ഭരണകക്ഷികളോട് ഒരു ചോദ്യം പോലും ഉന്നയിച്ചില്ല. മാത്രമല്ല, തങ്ങളുടെ MPമാർക്കും MLAമാർക്കും സംഭവിച്ച ഈ അസാധാരണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ തമിഴ്നാട് ഭരണകക്ഷി കൈകാര്യം ചെയ്യുന്ന ക്രമസമാധാന നിലയെക്കുറിച്ച് അവർ ഒരു ചോദ്യവും ഉന്നയിച്ചില്ല. ഈ അസാധാരണ സംഭവങ്ങളെല്ലാം ഭരണകക്ഷിയുടെ രാഷ്ട്രീയ നിലപാടിനെയും തിരഞ്ഞെടുപ്പ് പങ്കാളിത്തത്തെയും ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും യൂണിയൻ പാർലമെന്റിലും സംസ്ഥാന നിയമസഭയിലും സർക്കാരിലുള്ള എതിർ പാർട്ടികളുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭരണകക്ഷിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ലെന്നും കാണുമ്പോൾ അവയെല്ലാം രാജ്യത്ത് സംഭവിച്ചപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ ലക്ഷ്യവും തുടർച്ചയായി അധികാരത്തിൽ തുടരുകയോ അല്ലെങ്കിൽ ഭരണകക്ഷിയോ എതിർ പാർട്ടിയോ അവരുടെ ഉള്ളിൽ ബദൽ സ്ഥാനത്ത് സർക്കാരിൽ തുടരുകയോ ചെയ്യുക എന്നതായിരുന്നുവെന്ന് വ്യക്തമാണ്. രാജ്യത്ത് മറ്റൊന്നിനെക്കുറിച്ചും അവർക്ക് ആശങ്കയില്ല. അതേസമയം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കുറ്റകൃത്യങ്ങൾ, സർക്കാർ നയപരമായ കാര്യങ്ങൾ എന്നിവയിൽ ഭരണകക്ഷി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിലവിൽ മറ്റു പാർട്ടികൾ മുൻ കേന്ദ്രമന്ത്രിമാരെയും ജനപ്രതിനിധികളെയും പോലെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്രമസമാധാന നിലയെയും രാഷ്ട്രത്തിന്റെ അവസ്ഥയെയും ചോദ്യം ചെയ്യുന്നില്ല. സഹജനപ്രതിനിധികൾക്കെതിരായ ഈ അസാധാരണ സംഭവങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ ഭരണകക്ഷി പ്രതിപക്ഷ പാർട്ടികളെയും ഭരണാധികാരികളെയും ഒരു ചോദ്യചിഹ്നത്തോടെ നോക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ അവർ സ്വീകരിക്കുന്ന ഭരണപരമായ നടപടി ഉചിതമല്ലാത്തപ്പോൾ സാധാരണ പൗരന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയെക്കുറിച്ച് അവർക്ക് എങ്ങനെ ആശങ്കാകുലരാകാൻ കഴിയും? എന്തുതന്നെയായാലും സാധാരണക്കാർക്ക് ഈ രാഷ്ട്രീയ തന്ത്രം മനസ്സിലാകുമ്പോൾ മാത്രമേ ജനാധിപത്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. ഭരണാധികാരികൾക്കൊപ്പം സർക്കാർ സർവീസിലുള്ളവർക്കും ഇപ്പോൾ ജനാധിപത്യത്തിലെ സഹപൗരന്മാരായി ഈ രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കഴിയും. അത് സാധ്യമാണ്. ഞാൻ നിയമം പഠിക്കുമ്പോൾ കോടതികളുടെ ചരിത്രം, ഭരണഘടനാ നിയമം, അന്താരാഷ്ട്ര നിയമം എന്നിവയായിരുന്നു എന്റെ പ്രിയപ്പെട്ട വിഷയങ്ങൾ. അതിനാൽ എനിക്ക് രാഷ്ട്രീയ ചരിത്രം അറിയാം, ഭരണം അറിയാം, കോടതി ചരിത്രം എനിക്കറിയാം, കോടതിയെക്കുറിച്ച് എനിക്കറിയാം, കോടതി നടപടികളെക്കുറിച്ച് എനിക്കറിയാം, സർക്കാരിനെക്കുറിച്ച് എനിക്കറിയാം, അതിൽ ഭരണകക്ഷിയുടെ പങ്കിനെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും എനിക്കറിയാം. പ്രായോഗികമായി അത് എത്രത്തോളം സങ്കീർണമാണെന്നും അതിനുള്ള സാധ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും എനിക്കറിയാം. എന്റെ പ്രാരംഭ നിയമ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഗവൺമെന്റ് പ്ലീഡറുമായി കുറച്ച് സമയം ചെലവഴിച്ചു. സർക്കാർ ഫയലുകളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും എനിക്കറിയാം. എന്ത് സംഭവിച്ചാലും നമുക്ക് അത് കൈകാര്യം ചെയ്യാം എന്ന തത്വത്തിലാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഞാൻ രാഷ്ട്രീയം നടത്തുന്നു. ഓരോ സ്ഥലത്തും രാജ്യത്തെ പ്രശ്നങ്ങൾ കാണുകയും നേരിടുകയും ചെയ്യുമ്പോൾ ഓരോ കാലഘട്ടത്തെയും കുറിച്ചുള്ള എന്റെ ചിന്തകളെ അടിസ്ഥാനമാക്കി അതിന് പരിഹാരം നൽകാൻ കഴിയുന്ന പൊതുവായ ഇടം എന്താണെന്ന് ഞാൻ ചിന്തിക്കുകയും ആ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയും ചെയ്യുന്നു. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്.
ഓരോ പ്രശ്നവും വെവ്വേറെ പോയി പരിഹരിക്കുന്നതിനുപകരം ഒരു സർക്കാരായി ഒരു ഭരണകക്ഷിയുടെ സ്ഥാനത്ത് ഇരുന്ന് ഒരു പ്രശ്നത്തിന്റെ സത്തയെ അടിസ്ഥാനമാക്കി രാജ്യത്തെ മുഴുവൻ പ്രശ്നത്തെയും നിയന്ത്രണത്തിലാക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? ഭരണപരമായി നമുക്ക് അതിൽ എങ്ങനെ അന്തിമരൂപം കൊണ്ടുവരാൻ കഴിയും? അതാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതിനു ശേഷം ഇതുവരെ നേരിട്ട എല്ലാ അസാധാരണ കാര്യങ്ങളും സാധാരണമായി എടുത്ത് ശരിയായി നേരിടാൻ എനിക്ക് കഴിഞ്ഞത്. ഈ ഘട്ടത്തിൽ എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നമായ അൻപു ഉദയം കച്ചിക്ക് സംഭവിച്ചതെല്ലാം കോടതിയിൽ എത്തിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. കോടതിയുടെ നടപടികളിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമില്ല. 2017 നവംബർ 16 അൻപു ഉദയം പാർട്ടിക്കുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമതി ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത അന്വേഷിക്കുന്നതിനായി തമിഴ്നാട് സർക്കാർ രൂപീകരിച്ച വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ശ്രീ എ. അറുമുഖസ്വാമിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷന് മുന്നിൽ ഒരു സത്യവാങ്മൂലവും 7 അനുബന്ധ രേഖകളും സമർപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീമതി ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് മുമ്പ് അവർ പെട്ടെന്ന് രോഗബാധിതരായി 2016 സെപ്റ്റംബർ 22 ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും 75 ദിവസമായി ചികിത്സയിലായിരുന്നുവെന്നും പറയപ്പെട്ടിരുന്ന കാലയളവിൽ എഴുതിയ കത്തുകളാണ് അൻപു ഉദയം പാർട്ടി അന്വേഷണ കമ്മീഷന് സമർപ്പിച്ച 7 രേഖകൾ. പിന്നീട് 2016 ഡിസംബർ 5 തമിഴ്നാട് സർക്കാർ അവരുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും ചികിത്സയുടെ സ്വഭാവത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ നിന്ന് സംശയം ഉന്നയിച്ചവർക്കെതിരെ ഭരണകക്ഷി പോലീസും ജുഡീഷ്യറിയും വഴി സർക്കാർ നടപടി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളും തമിഴ്നാട് നിയമസഭയിലെ അംഗങ്ങളും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് രാഷ്ട്രീയ വിവാദങ്ങളും സംശയങ്ങളും മാധ്യമങ്ങളിൽ ഉന്നയിച്ച സമയത്ത് തമിഴ്നാട്ടിലെ സർക്കാരിന്റെ ഭരണത്തിൻ കീഴിൽ ഈ രാഷ്ട്രീയം സാധാരണയായി നടന്നുകൊണ്ടിരുന്നു. ആ കാലയളവിൽ ആ ജനപ്രതിനിധികളുടെ ഈ നടപടികൾക്കെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഭരണകക്ഷി ഇത് രസകരമായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. കാരണം അവർ തന്നെ ആ സർക്കാരിൽ ജനപ്രതിനിധികളായിരിക്കുമ്പോൾ അവർക്കെതിരെ എങ്ങനെ നടപടിയെടുക്കും? ജനാധിപത്യ രാഷ്ട്രീയക്കാരിൽ അവർ വിശുദ്ധന്മാരാണോ? ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അവരെ രാഷ്ട്രീയ വിശുദ്ധന്മാരായി കാണിക്കാൻ സർക്കാരിനുവേണ്ടി ഭരണകക്ഷി ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചുവെന്ന് ഇനിപ്പറയുന്ന വിവരങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ കാലയളവിൽ അൻപു ഉദയം പാർട്ടി പ്രസിഡന്റ് എം സുഭാഷ് ബാബുവിനുവേണ്ടി ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീ പ്രണബ് മുഖർജിക്കും ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിക്കും എഴുതിയ കത്തുകളിൽ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ, അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സർക്കാരിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താൽപ്പര്യങ്ങൾ, അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ, സർക്കാരിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഞാൻ എഴുതിയിരുന്നു. കൂടാതെ ശ്രീമതി ജയലളിതയുടെ മരണത്തെക്കുറിച്ചുള്ള കുറച്ച് പേജുകളും കുറച്ച് വരികളും ആ കത്തുകളിൽ ആകസ്മികമായി ഉൾപ്പെടുത്തിയിരുന്നു. അൻപു ഉദയം പാർട്ടിക്കു വേണ്ടി സർക്കാർ രേഖകളായി ഞാൻ അന്വേഷണ കമ്മീഷന് സമർപ്പിച്ചത് അതാണ്. എനിക്കുവേണ്ടി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ അന്വേഷണ കമ്മീഷനിൽ ഞാൻ പങ്കെടുക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിലല്ല, മറിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത അന്വേഷിക്കുന്ന ഈ അന്വേഷണ കമ്മീഷനിൽ സർക്കാരിനുവേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 145 പേജുള്ള സത്യവാങ്മൂലത്തിൽ 461 ചോദ്യങ്ങൾ അടങ്ങിയിരിക്കുകയും 159-ലധികം പേരെ ചോദ്യം ചെയ്യേണ്ടതായി തിരിച്ചറിയുകയും കമ്മീഷനിൽ എന്റെ പ്രസ്താവനയായി സമർപ്പിക്കുകയും ചെയ്തു. അൻപു ഉദയം പാർട്ടിക്കുവേണ്ടി ഞാൻ കമ്മീഷനിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളുമായും കമ്മീഷൻ അന്വേഷണം നടത്തി. എന്നിരുന്നാലും ഞാൻ കമ്മീഷനിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഘട്ടത്തിലും കമ്മീഷൻ എന്നെ വിളിച്ചിട്ടില്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു സത്യവാങ്മൂലം ഞാൻ കമ്മീഷന് സമർപ്പിച്ചിരുന്നു.
ഞാൻ കമ്മീഷനിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിക്കണോ വേണ്ടയോ എന്നത് കമ്മീഷന്റെ വിവേചനാധികാരത്തിലാണെങ്കിലും അത് നിർബന്ധിക്കുകയോ ചെയ്യേണ്ടതില്ല. എന്നിരുന്നാലും സത്യവാങ്മൂലത്തോടൊപ്പം ഞാൻ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ എന്റെ പങ്കാളിത്തമില്ലാതെ അന്വേഷണ കമ്മീഷൻ ഈ കാര്യം ശ്രദ്ധിച്ചു. അൻപു ഉദയം പൗരന്മാരുടെ സ്വന്തം രാഷ്ട്രീയം.